ഇതാര് ഇൻസ്പെക്ടർ മാഡം അല്ലേ? അതിരാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇതെന്റെ അനന്തരവനാ ടീറ്റു. ഹായ്, നല്ല ചുന്ദരക്കുട്ടനാണല്ലോ ഇത്. എന്റെ പൊന്നുമോനി, അങ്കിളിന് മനസ്സിലായോ? പറയട കുട്ടാ. അമ്മവാ, എനിക്കിന്ന് ഫണ്ടൂഷ് നഗറിലെ ഒരു പുതിയ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് പോകാനുണ്ട്. നിങ്ങൾ പിന്നെ 2 മണിക്കൂർ നേരത്തേക്ക് ഇവിടെ നിർത്തിയാൽ ഞാൻ ടെൻഷൻ ഫ്രീ ആയിട്ടൊന്ന് പോയിട്ട് വന്നേക്കാന്ന് കരുതി. അതിനെന്താ, ഇവൻ നിന്നോട്ടെ അല്ലേ അനന്തരവാ? അതെ പോലീസ് മാഡം, 2 മണിക്കൂർ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പോവും. ടിറ്റുമോനെ, ഇതാണ് അമ്മാവനും അനന്തരവനും. 2 പേരും നല്ല ആൾക്കാരാ. ഞാൻ ദേ പോയി ദാന്ന് വന്നേക്കാം. അതുവരെ മോൻ ഇവരുടെ കൂടെ കളിച്ചോണം, കേട്ടോടാ. അതിനെന്താ, ഞാനിപ്പോ എടുത്തു തരാം. ഫ്രിഡ്ജിനടുത്തേക്ക് ചെല്ലട്ടെ? വേഗം പോയിട്ട് വാ, എനിക്ക് ചോക്ലേറ്റ് ഇപ്പോ വേണം. അയ്യോ ടിട്ടു, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം, കരയല്ല കേട്ടോ. അനന്തരവ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മാവൻ ഇവിടെ ഉള്ളപ്പോ അനന്തരവൻ എന്ത് സംഭവിക്കാനാ അല്ലേ? ഒന്നൂടെ വീഴട്ടെ, ഇനി വീഴട്ടെ, ഒന്നൂടെ വീഴട്ടെ. മോനെ, നീ ആദ്യം ആ ചോക്ലേറ്റ് കഴിച്ചു നോക്ക്. വേണ്ട, ആദ്യം ചോക്ലേറ്റ് അല്ലേ, എനിക്ക് ഒന്നൂടി വീണ് കാണിച്ചതാ. ഒന്നൂടി എഴുന്നേറ്റിട്ട് വീഴേ വീഴേ. ഈ ടിട്ടു അമ്മാവനെ വട്ടം ചുറ്റിക്കുമല്ലോ. ഇനി ഒരേ വഴിയുള്ളൂ. ടിട്ടു, നമുക്കൊരു കോജി അങ്കിളുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടില് കൊറേ കളിപ്പാട്ടങ്ങളുണ്ട്. നിനക്ക് നല്ല നല്ല കളിപ്പാട്ടങ്ങൾ വേണോ? എനിക്ക് കളിപ്പാട്ടങ്ങൾ വേണം ഇപ്പൊ തന്നെ. എടാ കണാര ബഹദൂറ, ജീപ്പ് ഒന്ന് നിർത്തിക്കേ. അതാ മുന്നിൽ കണ്ടില്ലേ, നമ്മുടെ ബ്യൂട്ടി പാർലർ എത്തി. കൊള്ളാലോ. ഇതാണ് നമ്മുടെ മാഡത്തിന്റെ ഒരു സ്റ്റൈൽ ട്ടോ. ഉഗ്രനായിട്ടുണ്ട് പോലീസ് മാഡം. മാഡത്തിന്റെ രീതികളെല്ലാം വ്യത്യസ്തമാണല്ലോ. ഇതെടുക്കൂ, മധുരം കഴിച്ചോളൂ. നോക്കു മോനെ, ഇതൊരു മൾട്ടി ഫങ്ഷണൽ കാറാണ്. ഫുൾ ഓഫ് ഗാഡ്ജറ്റ്സ്. പിന്നെ ഇതിൽ കാണുന്ന ബട്ടൺസ് പലതരം ഫങ്ഷന്റേതാണ്. എനിക്ക് ഇപ്പൊ തന്നെ കാർ ഓടിക്കണം. ഇപ്പൊ തന്നെ. അതിങ്ങനെയാ മോനെ? ഓ അമ്മാവാ, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? അതിന്റെ ലിവർ തന്നെ പൊട്ടിച്ചില്ലേ? ഇനി എങ്ങനെയാ കാർ നിർത്തുന്നത്? അയ്യോ, അയ്യോ, ഞാനിവനെ പുറത്തു പോകാൻ സമ്മതിക്കില്ല. അനന്തരവ, വാതിൽ അടയ്ക്കാൻ നോക്ക്. അയ്യോ മോനെ ടിട്ടു, അയ്യോ നിക്ക് മോനെ. അയ്യോ 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 അയ്യോ, എന്റെ ഏണി പോയേ. മോനെ, ആരെങ്കിലും ആ കാറൊന്ന് തടയണേ. മോനെ ടീറ്റു, കാറ് നിർത്തിട്ടു. പോലീസ്
മേഡം എങ്ങാനും ഇത് അറിഞ്ഞാ ഞങ്ങളെ വെറുതെ വിടില്ല മോനെ. അനന്തരവൻ ചേട്ടാ ഇത് രസമുണ്ട് കേട്ടോ. ബൈ. എന്റെ പൊന്നു മോനെ ടീട്ടു കാറൊന്ന് നിർത്തടാ. നിന്റെ കളി കാരണം ഞങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും മോനെ. നമ്മൾ ഇപ്പോഴും ചക്കാട്ടുന്ന പോലെ ഇവിടെ ഇരുന്ന് കറങ്ങാണല്ലോ. ആ പോലീസ് മേഡം ഇങ്ങ് വരട്ടെ. ഇവൻ നല്ല കുട്ടിയാണെന്നല്ലേ നമ്മളോട് പറഞ്ഞത്? പേര് പറഞ്ഞേ ഉള്ളൂ, ദേ വിളി വന്നു. ഹലോ പോലീസ് മേഡം. അതെ അമ്മാവാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഫോൺ ചെയ്തതാ. എന്റെ ടിട്ടുമോൻ. പോലീസ് മേഡം, മേഡത്തിന്റെ ടീട്ടുമോൻ ടോയ് കാറും എടുത്ത് ഓടിച്ചു പോയിരിക്കുക. എന്താ ഇത്രയും ചെറിയ കുട്ടി എങ്ങനെയാണ് കാർ ഓടിച്ചു പോകുന്നത് അമ്മാവാ? കാഴ്ചയിൽ അവൻ കുഞ്ഞാണെങ്കിലും പ്രവൃത്തിയിൽ അങ്ങനെയല്ല മേഡം. അവൻ വലിയ വലിയ ആൾക്കാരെ പോലും വെല്ലുവിളിക്കുന്നവനാണ്. ഞാൻ എന്തൊക്കെയായി പറയുന്നത് അമ്മാവാ? പോലീസ് മാഡം, നമുക്ക് ഇതൊക്കെ പോകുന്ന വഴി സംസാരിക്കാം. നമുക്കിപ്പോ ഒന്നും സമയമില്ല. നിക്ക് നിക്ക്, ഞാനും കൂടെ വരുന്നുണ്ട്. നിക്ക്. എങ്ങനെയെങ്കിലും ആ കാറിനെ തടഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മാവാ, നമ്മുടെ സ്കൂട്ടർ. ഓയ് ബല്ലേ ബല്ലേ, ഹാ ബല്ലേ ബല്ലേ. അമ്മാവാ, ഇങ്ങനെ ഡാൻസും കളിച്ച് നിക്കല്ലേ, വേഗം കാറ് പിടിച്ചു വെക്ക്. അമ്മാവാ, എന്നെ പിടിക്കേ. എടാ ബഹദൂരെ, കാറ് നിർത്ത്. അമ്മാവനും അനന്തരവനും അവിടെ നിപ്പുണ്ട്. എടോ അമ്മാവ, താനിതെവിടെ ഒളിച്ചിരിക്കുന്നെ? എന്റെ അനന്തരവനെയും കാണുന്നില്ലല്ലോ. എടോ അമ്മാവ, കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തന്നെ ഞാൻ ജയിലിലടയ്ക്കും പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ തന്നെയുണ്ട് പോലീസ് മേഡം. എവിടെയാന്ന് പറ, എനിക്കൊന്നും കാണുന്നില്ലല്ലോ. പോലീസ് മാഡം, താഴോട്ടൊന്ന് നോക്ക്. സോറി സോറി അമ്മാവ. പോലീസ് മാഡം, ടിട്ടു ആ ഭാഗത്തേക്കാ പോയിരിക്കുന്നത്. എല്ലാ ഭാഗത്തും തടസ്സം ഉണ്ടാക്കണം, എങ്കിലേ നമുക്ക് ടിട്ടുവിനെ വേഗം പിടിക്കാൻ പറ്റൂ. ഹലോ ഹലോ, കൂടുതൽ പോലീസ് ഫോഴ്സ് വേണം. അമ്മാവാ, ദേ മുന്നിലൊരു ബാരിയർ വെച്ചിരിക്കുന്നു. വേഗം വണ്ടി നിർത്തൂ. എന്റെ പോലീസ് മേഡം, ഇന്ന് തന്നെ ഒരു വഴിക്കാക്കിട്ട് നിങ്ങൾ തിരിച്ചു പോകുമല്ലേ? അമ്മാവാ, എന്റെ ടിറ്റുമോൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഐഡിയ. അമ്മാവാ, ഇപ്പൊ കാറിന്റെ പിടിയിലാവും. നിങ്ങൾ എന്റെ പുറകിൽ തന്നെ വരണം കേട്ടോ.
നിന്റെ കളിതമാശക്ക് ഇത്ര കൂടിപ്പോയി. ഇനി ഇതൊക്കെ മതിയാക്ക്. താങ്ക് യു കൊച്ചേർക്ക. എന്റെ ടിറ്റുമോനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ആ പിന്നെ അമ്മാവ അനന്തരവ ഇവൻ കാരണം നിങ്ങൾ ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ഓ അതൊന്നും സാരമില്ല പോലീസ് മാഡം. കുട്ടികളാവുമ്പോൾ കുറുമ്പൊക്കെ കാണിക്കും. എനിക്ക് ഇവന്റെ കൂടെ കളിച്ചിട്ടും ഒട്ടും മതിയായില്ല പോലീസ് മാഡം. എന്റെ ചെറുപ്പമാണ് എനിക്ക് ഓർമ്മ വന്നത്. അമ്മാവ നിങ്ങൾ ഇത്രയും വലിയ മനസ്സിന്റെ ഉടമയായിരുന്നോ? നെക്സ്റ്റ് സൺഡേ ഞാനൊന്ന് പുറത്തു പോകുന്നുണ്ട്. ഒരിക്കൽ കൂടി അവനെ നിങ്ങളുടെ വീട്ടിലൊന്ന് വിട്ടാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്തു പറയുന്നു? എന്താ വേണ്ട